ഹായ്, വെൽക്കം ടു ലേണിംഗ് പ്ലാനറ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഭാഗങ്ങൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. അതിനുശേഷം നമുക്ക് കുറച്ചുകൂടെ വലിയ സന്ദേശങ്ങൾ എങ്ങനെ അയക്കാം എന്നുകൂടെ നോക്കാം. നമ്മൾ വെർബുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആശയങ്ങൾ കൈമാറിക്കൊണ്ടിരുന്നത്. വെർബ് മാത്രം ഉപയോഗിച്ചിട്ട്. ഒരു വെർബ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയെ കാണിക്കുന്ന വാക്ക്. വേർബ് എന്നാണ് ഉച്ചാരണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പഠിച്ചു തുടങ്ങാം. നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഏതൊരു പ്രവൃത്തിയെ കാണിക്കുന്ന പദവും നമുക്കൊരു ആശയമായിട്ട് മാറ്റാം, നമുക്കൊരു സന്ദേശമായിട്ട് മാറ്റാം. പ്ലീസ് ചേർക്കുമ്പോൾ വിനയത്തോടെയാണ് പറയുന്നത് നമ്മൾ പറഞ്ഞു. അതിവിനയമൊന്നുമില്ല, എന്നാലും ഒരു ബഹുമാനം കലർന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. പ്ലീസ് ഡ്രൈവ് കെയർഫുള്ളി, ശ്രദ്ധയോടെ വണ്ടി ഓടിക്കൂ. പ്ലീസ് ഡ്രൈവ് സ്ലോലി. ഇനി നമുക്ക് ഇങ്ങനെ എഴുതുമ്പോൾ നമ്മൾ മറ്റൊരു പദം എടുക്കാം. പ്ലീസ് സ്വിച്ച് ഓഫ്. പ്ലീസ് സ്വിച്ച് ഓഫ്. പ്ലീസ് സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഓഫ് ചെയ്യാം. ഒരു സാധനം ഓഫ് ചെയ്യാൻ നമ്മൾ അങ്ങനെ സ്വിച്ച് ഓഫ് എന്നാണ് പറയാം. അപ്പൊ TV ഓഫ് ചെയ്യാൻ പറയണം. പ്ലീസ് സ്വിച്ച് ഓഫ് ദ ടെലിവിഷൻ. പ്ലീസ് സ്വിച്ച് ഓഫ് ദ ടെലിവിഷൻ. ഇപ്പൊ കുട്ടിയെ വിളിച്ചിട്ട് പറയണം അല്ലെ, ഒരാളുടെ പേര് വിളിച്ചിട്ട് പറയണം, യു കം ഹിയർ, സ്വിച്ച് ഓഫ് ദ ടെലിവിഷൻ. അപ്പൊ കം എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ്. കം ഹിയർ, സ്വിച്ച് ഓഫ് ദ ടെലിവിഷൻ. സ്വിച്ച് ഓഫ് ദ ടെലിവിഷൻ എന്ന് മാത്രമല്ല, ടെലിവിഷൻ ഓഫ് ആക്കിയിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ പറയണില്ല. പോവുക, ഉറങ്ങുക. അപ്പൊ ഉറങ്ങുക എന്നതിന് നമ്മൾ നോർമലി എല്ലാവരും ഗോ ടു ബെഡ് എന്നാണ് പറയുക. സ്ലീപ്പ് എന്ന വാക്ക് പറയുന്നതിനാണ് ഗോ ടു ബെഡ്. അപ്പൊ നോക്കൂ, പ്ലീസ് സ്വിച്ച് ഓഫ് ദ ടെലിവിഷൻ. അപ്പൊ സ്വിച്ച് ഓഫ് ദ ടെലിവിഷൻ ആൻഡ് ഗോ, പോവുക അല്ലെ, ഗോ ടു ബെഡ്. അപ്പൊ ഗോ ടു ബെഡ് എന്ന് പറഞ്ഞാൽ ഉറങ്ങുക, ഉറങ്ങാൻ പോവുക എന്നാണ്. ഉറങ്ങാൻ പോവുക. അപ്പൊ ഉറങ്ങാൻ പോവുക ഗോ ടു സ്ലീപ്പ് എന്ന് പറയുന്നതിന് പകരം ഗോ ടു സ്ലീപ്പ്. പ്ലീസ് സ്വിച്ച് ഓഫ് ദ ടെലിവിഷൻ ആൻഡ് ഗോ ടു സ്ലീപ്പ്. അപ്പൊ ഒരാളുടെ പേര് രാജു എന്ന് വിചാരിക്കാം. അപ്പൊ കുറച്ച് മുതിർന്ന ആൾ വിളിച്ച രാജു, കം ഹിയർ, പ്ലീസ് സ്വിച്ച് ഓഫ് ദ ടെലിവിഷൻ ആൻഡ് ഗോ ടു ബെഡ്. അങ്ങനെ പറയാം. പ്ലീസ് സ്വിച്ച് ഓഫ് ദ ടെലിവിഷൻ ആൻഡ് ഗോ ടു ബെഡ്. ഇങ്ങനെ പറയാം. അപ്പൊ ദേഷ്യം അല്പം കലർത്തിയാണ് അദ്ദേഹം പറയുന്നെങ്കിൽ പ്ലീസ് അങ്ങ് ഒഴിവാക്കും. എത്ര ഉള്ളൂ? സ്വിച്ച് ഓഫ് ദ ടെലിവിഷൻ ആൻഡ് ഗോ ടു ബെഡ്. ഇനി അരുതെന്ന് പറയുന്നത് നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം. ഡോണ്ട് എന്ന് ചേർത്താൽ മതി. പറയുക എന്നതിന് വാക്ക് നോക്കാം, സേ. ഡോണ്ട് സേ, പറയരുത്, അരുത് എന്നാണ്. അപ്പൊ നോ എന്ന് പറയരുത് എന്ന് പറയും, ഇല്ല, പറ്റില്ല എന്ന് പറയരുത്. അപ്പൊ നോക്കാം, ഡോണ്ട് സേ നോ, അരുതെന്ന് പറയരുത്, പറ്റില്ല എന്ന് പറയരുത്. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച്, മറക്കരുത് എന്നെങ്ങനെ പറയും? അപ്പൊ മറക്കുക എന്നുള്ള വാക്ക് ഓർക്കുക, ഫർഗെറ്റ്. അപ്പൊ മറക്കരുത്, ഡോണ്ട് ഫർഗെറ്റ്. ഓക്കെ, മറക്കരുത്. അപ്പൊ ദയവായി മറക്കരുത് എന്നാണെങ്കിലോ, പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ്. ദയവായി മറക്കരുത്. ഡോണ്ട് ഫോർഗെറ്റ്, മറക്കരുത്. ദയവായി മറക്കരുത്, പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ്. അപ്പൊ വരാൻ ദയവായി മറക്കരുത്, പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ്. ഇനി നമ്മളൊരു വെർബ് ഒന്നുകൂടെ ചേർക്കണമെന്നുണ്ടെങ്കിൽ വരിക എന്നുള്ളത് നോക്കുക. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു കം. വരാൻ മറക്കരുത്. എന്നെ വിളിക്കാൻ മറക്കരുത് എന്ന് എങ്ങനെ എഴുതാം? നിങ്ങൾ ചിന്തിച്ചതിന് ശേഷം അത് കമന്റ് ബോക്സിൽ എഴുതുക. എന്നെ വിളിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ ദയവായി എന്നെ വിളിക്കാൻ മറക്കരുത്. എന്നെ വിളിക്കാൻ മറക്കരുത്, ദയവായി എന്നെ വിളിക്കാൻ മറക്കരുത്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി വരാം. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ അതോടൊപ്പം തന്നെ ഇത് ഷെയർ ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകൾ തുടർന്നുള്ള ദിവസങ്ങളിലിടും. നമുക്ക് കുറച്ചുകൂടെ നീളമുള്ള സെന്റൻസുകളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവരും ഒരിക്കൽ കൂടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അറിയിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം.